പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ സാരഥി ശ്രീ സാജൻ ജോസഫ്, നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ നമ്മുടെ യുവജനങ്ങളെയും നാടിൻ്റെ നട്ടലായ കർഷകരെയും സർക്കാരിൻ്റെ നയം മൂലം തഴയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ ഉപവാസ സമരം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് തന്നെ ഈ ഗവൺമെൻറ് എല്ലാ മേഖലയിലും തഴയപ്പെട്ട ശേഷം ഇപ്പോൾ ഇലക്ഷൻ്റെ പക്കത്ത് എത്തിക്കുന്ന സമയത്ത് നമുക്കറിയാം 100 മീറ്റർ ഓടി ഇതിന് ശേഷം ഗ്ലൂക്കോസ് അടിച്ച് കിട്ടുന്ന പോലെയാണ് ഇപ്പോൾ സർക്കാർ ഇലക്ഷനെ നേരിടുന്നത്. വയനാട് ദുരന്തം കഴിഞ്ഞ ശേഷം ഇത്രയും വർഷങ്ങളെടുത്ത് ഇപ്പോഴാണ് തക്ലയും പാലും ജല്ലും വെച്ച് ചുമല് കെട്ടി ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നത്. ഇനി അത് എത്ര കാലം കൊണ്ടാണ് അത് പൂർത്തീകരിക്കുക എന്നുള്ളത് സർക്കാരിന് നന്നായിട്ട് അറിയാം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിലുപരി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തകൾ കൃത്യമായി ഇപ്പോൾ എല്ലാം കൊടുത്തു തീർത്ത് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ അരിയർ കൊടുക്കുന്നതിന് ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല. അപ്പം അതിനർത്ഥം അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവർക്ക് അതിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകം കെട്ടിപ്പിടിക്കുക. ഇതെല്ലാം ഇലക്ഷൻ്റെ ട്രെൻഡിനനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൊടുത്ത സംഗതി നമ്മുടെ പാർട്ടികളുടെ അനുഭവം പറഞ്ഞു ഇട്ടുകൊടുത്തതുകൊണ്ട് ആ ഒരു ഭരണം രണ്ടാം പ്രാവശ്യം അവർക്ക് 2.0 കിട്ടി. ഈ 3.0യിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മരണവട്ടത്തിലാണ് അവർ. പങ്കെടുത്ത്